ഹലോ പ്രിയ വ്യാപാരികൾ. പദ്ധതി നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കഴുത കമ്പനിയെക്കുറിച്ചുള്ള ചില സംഗ്രഹ വിവരങ്ങളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ നിർത്താം. നിങ്ങൾക്ക് ഓർഗനൈസേഷന്റെ ഓരോ പാരാമീറ്ററും കൂടുതൽ വിശദമായി പഠിക്കാം. സ്ഥാപനത്തിന്റെ നിലവിലെ പ്രകടനം ഞങ്ങൾ താരതമ്യം ചെയ്യും. ഈ അവലോകനം 2025 ജൂൺ 22 നിലവിലെ ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. വർഗീകരണം വഴി കഴുത കമ്പനി ഉപവിഭാഗത്തിൽപ്പെടുന്നു. തന്നെ 39 കമ്പനികൾ വിശകലനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. പഠിക്കുന്ന കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം ഇപ്രകാരമാണ്: 10.5.5. ഉപവിഭാഗത്തിന്റെ ശരാശരി സ്കോർ 2.5 പോയിന്റാണ്. നിങ്ങൾ ഇത് വളരെ വിശാലമായി നോക്കുകയാണെങ്കിൽ US സ്റ്റോക്ക് മാർക്കറ്റിൽ മൊത്തത്തിലുള്ള മാർക്കറ്റിന്റെ ശരാശരി സ്കോർ 1.8 പോയിന്റാണെന്ന് നമുക്ക് കാണാൻ കഴിയും. കമ്പനിയുടെ 5.5 റേറ്റിംഗിനെതിരെ കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മക താരതമ്യം ചെയ്യുന്നു. ഉപവിഭാഗം ഓഹരികളും കഴിഞ്ഞ 12 മാസത്തെ സ്റ്റോക്കുകൾ ഞങ്ങൾ കാണും. 52.8% മാറ്റം കാണിച്ചു. 38% പേർ ഉപവിഭാഗത്തിൽ വില മാറുന്നതിനെ എതിർക്കുന്നു. കമ്പനിയുടെ വിപണി മൂലധനം $270.54 ബില്യൺ. $751 ബില്യൺ വിപണി മൂലധനമുള്ള ഉപവിഭാഗത്തിന്റെ മൂല്യം $1.5 ബില്യൺ. കമ്പനിയുടെ പുസ്തക മൂല്യം $141.71 ബില്യൺ. ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് മൂലധനം $249 ബില്യൺ. വിപണിയുടെയും പുസ്തക മൂല്യത്തിന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുന്നതിലൂടെ നമുക്ക് ഇനിപ്പറയുന്നവ കാണാൻ കഴിയും. പങ്കിടുക. വിപണി മൂലധനം വിലയിരുത്തുമ്പോൾ ഉപവിഭാഗത്തിൽ 36.026%. പുസ്തക മൂല്യം 57.01%. കമ്പനിയുടെ വിപണി വിഹിതത്തിന്റെ വിലയിരുത്തലും ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷനും നല്ലത് 1 പോയിന്റ്. സ്ഥാപനത്തിന്റെ കടബാധ്യതകൾ $32.58 ബില്യൺ. ബുക്ക് ക്യാപിറ്റലൈസേഷന്റെ സാമ്പത്തിക ബാധ്യതകൾ കമ്പനിയുടെ മൂലധനത്തിന്റെ 23%. കമ്പനിയുടെ കടഫലം നല്ലത് 1 പോയിന്റ്. കമ്പനിയുടെ വിപണി വിലയും അതിന്റെ വരുമാനവും തമ്മിലുള്ള അനുപാതം 15 ആണ്. 18.8 എന്ന ഉപവിഭാഗത്തിന്റെ ശരാശരി. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യം ചെയ്യുമ്പോൾ വിപണി മൂല്യവും വരുമാന അനുപാതവും നല്ലത് 1 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ ലാഭം $17,978 മില്യൺ. അടുത്ത 12 മാസത്തെ ഭാവി ലാഭം $26,322 മില്യൺ. ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭത്തിന്റെ സൂചകത്തിന്റെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. കമ്പനിയുടെ മൂല്യവും വരുമാനവും തമ്മിലുള്ള അനുപാതം 2. ഉപവിഭാഗത്തിലെ ശരാശരി 1.6 ആണ്. ഉപവിഭാഗ അനുപാതവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിനിമയ വിലയും വരുമാന അനുപാതവും മൂല്യനിർണ്ണയം പാസബിൾ 0 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ വരുമാനം $138.020 മില്യൺ ആണ്. അടുത്ത 12 മാസത്തെ ഭാവി വരുമാനം $181.770 മില്യൺ. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭാവിയിൽ പ്രതീക്ഷിക്കുന്ന വരുമാന സൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. മാർജിനലിറ്റി 13%. ഉപവിഭാഗത്തിൽ ശരാശരി 8.5%. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന മാർജിൻ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് കമ്പനിയുടെ വിഹിതം 12.364%.
ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ 191% കുറവാണ്. കമ്പനിയിലെ ഒരു ജീവനക്കാരന്റെ മൂലധനത്തിന്റെ തുക $2,177,000 തുല്യമാണ്. ഉപവിഭാഗത്തിൽ $747,000 ഉണ്ട്. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന്റെ കമ്പനി മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ പാസാബിൾ 0 പോയിന്റുകൾ. ഒരു ജീവനക്കാരന്റെ ലാഭം $144,600 ആണ്. ഉപവിഭാഗത്തിൽ ശരാശരി $39,700. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ ലാഭത്തിന്റെ മൂല്യനിർണ്ണയം നല്ലത് 0.5 പോയിന്റ്. ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ വിൽപ്പന $1,110,000 ആണ്. ഉപവിഭാഗത്തിൽ $469,000. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും വരുമാനത്തിന്റെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. ഉപവിഭാഗത്തിന്റെ ശരാശരി 2.2%വുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പനയ്ക്കുള്ള ഓഹരികൾ 1.4%. സാങ്കേതിക സൂചകം GRE 14 കമ്പനിക്ക് 40% ലെവൽ കാണിക്കുന്നു. തബേഷേഴ്സ് HM at ഉപവിഭാഗത്തിൽ GRE ലെവൽ 14 ഏകദേശം 47%. കമ്പനിയുടെ ഇപ്പോഴത്തെ ഓഹരി വില ഏകദേശം $113 ആണ്. കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ലക്ഷ്യം ഏകദേശം $164 ആണ്. ഓർഡർ ടേബിൾ നോക്കാം, അത് നിങ്ങൾക്ക് ലഭ്യമാണ്. അതിലേക്കുള്ള ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട്. സ്റ്റോക്ക് മൂല്യനിർണ്ണയ വിവരങ്ങളും റഫറൻസ് സിസ്റ്റവും ഈ സീസണിൽ എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു. ദത്തകകളത് ഓർഡർ ടേബിളിലേക്കുള്ള പ്രവേശനം സൗജന്യവും തുറന്നതുമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. കമ്പനിയുടെ സെക്യൂരിറ്റികളുടെ വിശകലനത്തിന്റെ ഫലമായി HM at വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഇനിപ്പറയുന്ന തീരുമാനം എടുക്കുന്നു. ഈ വീഡിയോ ഒരു അവലോകനമായതിനാൽ ഡീൽ തുറക്കരുത്. ഈ വീഡിയോ കാണുന്നതിനും സഹായ സംവിധാനം ഉപയോഗിച്ചതിനും എല്ലാവർക്കും വളരെ നന്ദി. ദത്തകകളത്